ഹായ് ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പിസ്സ ഉണ്ടാക്കിയാലോ. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുക. 1 ടീസ്പൂൺ ഈസ്റ്റ് ഇടുക. 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഈസ്റ്റ് ഇതുപോലെ പൊന്ത് വന്നിട്ടുണ്ടാവും. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പിടുക. 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ 2 കപ്പ് മൈദ നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കൈ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചായാലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ആ ഒരു ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിലും കുറച്ചും കൂടിയും സോഫ്റ്റായ രീതിയിൽ മാവ് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊരു പരുവം, എന്നാൽ ഒരുപാട് വെള്ളം കൂടരുത് കേട്ടോ. അതുപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ബൗളിലിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. റെസ്റ്റ് ചെയ്യാൻ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അത്രയും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതിനനുസരിച്ച് അത് നല്ലോണം പൊന്തി നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ പൊന്തി നല്ല സോഫ്റ്റായിട്ട് ഡോ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും അത് കുഴച്ച് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം അതിനെ വീണ്ടും കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ അത് 2 പിസ്സ ഉണ്ടാക്കാൻ പാകത്തിന് 2ആയിട്ട് ഭാഗിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു ഭാഗം നന്നായി പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുക്കുന്നത് കുറച്ച് കൈ വെച്ച് പരത്തിയതിന് ശേഷം ഒരു പൈപ്പ് വെച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ചപ്പാത്തിക്കോല് ഉപയോഗിച്ചും നിങ്ങൾക്ക് പരത്തിയെടുക്കാം. അതിന് ശേഷം ആ പരത്തിയെടുത്ത മാവ് പിസ്സ ട്രേ ഉള്ളവർക്ക് പിസ്സ ട്രേയിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ അടപ്പനോ അങ്ങനെയൊക്കെ വെച്ച്, പാത്രം മൂടി വയ്ക്കുന്ന അടുപ്പനൊക്കെ ഇല്ലേ, അങ്ങനത്തെ അടുപ്പനിലും വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ പിസ്സ ട്രേ എനിക്ക് മുമ്പ് പിസ്സ ഉണ്ടാക്കിയിരുന്നപ്പോൾ ഉള്ള ട്രേ ഇരിക്കുന്നുണ്ട്. പാത്രം തുരുമ്പ് പിടിച്ചു, എന്നാലും ഞാൻ അതിലാണ് ചെയ്യണത്. ആ പാത്രത്തിൽ കുറച്ച് മൈദ ടെസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഡോ അതിൽ വിരിച്ചിട്ട് അതിന് ഫോർക്ക് ഉപയോഗിച്ച് കുത്തി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ അത് എയർ ബബിൾസ് വന്ന് പൊന്തി വരും. അതിനുശേഷം പിസ്സ സോസ് ഒഴിക്കണം കേട്ടോ. പിസ്സ സോസ് ഒഴിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. പിസ്സ സോസും എൻ്റെ കയ്യിൽ സ്ലൈസായിട്ടുള്ള ചീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കാരണം കൊണ്ട് സ്ലൈസായിട്ടുള്ള ചീസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ മോള് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ എന്ന് പറഞ്ഞാൽ. ഇവിടെ വീട്ടിലെല്ലാവർക്കും പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. പിസ്സ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്നത് ചിലവാകും. ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കനും ക്യാപ്സിക്കവും സബോളയും ഒക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒലിവ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒലിവ്സൊക്കെ ചേർക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനൊക്കെ ഇട്ട് തൂവി കൊടുക്കുക. കുറച്ച് കുത്തുമുളകും തൂവി കൊടുക്കുക. അതിന് ശേഷം അത് ഒരു 20 മിനിറ്റ് പ്രീ ഹീറ്റായ ഓവനിലേക്ക് വേവിച്ചെടുക്കാം. ഒരു 150 ഡിഗ്രി 160 ഡിഗ്രിയിലുള്ള ചൂടിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ പിസ്സ ഒക്കെ വെന്ത് വന്നു.
കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇങ്ങനെ ഷെയ്ക്കായിരിക്കുന്നത്. ഇനി അത് ചൂട്ടോടെയാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇതെൻ്റെ മോളാണ്, മോൾക്ക് ഒരു പീസ് കൊടുത്തു. ചേച്ചിയുടെ മോനാണ് കേട്ടോ അടുത്തിരിക്കുന്നത്, രണ്ടാൾക്കും കൊടുത്തു. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. കൂടെ ചേട്ടനും കഴിക്കുന്നുണ്ട്. ചേട്ടൻ്റെ വീഡിയോ പിന്നെ എടുത്തില്ല. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.